മഹിഷാസുരന്റെ ജനനം. പണ്ട് രംഭൻ എന്നും കരംഭൻ എന്നും പേരുള്ള രണ്ട് ശക്തരായ അസുരന്മാരുണ്ടായിരുന്നു. മഹാശക്തന്മാരാണെങ്കിലും ഇരുവർക്കും പുത്രന്മാർ ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ പുത്രപ്രാപ്തി ലഭിക്കാനായി രംഭനും കരംഭനും കൂടി മാലവടയക്ഷനെ തപസ് ചെയ്യാൻ തുടങ്ങി. രംഭൻ തീയുടെ നടുവിൽ നിന്നും കരംഭൻ ജലത്തിൻ്റെ നടുവിൽ നിന്നും തപസ്സാരംഭിച്ചു. എന്നാൽ ഇരുവരുടെയും തപസ് കണ്ട് ഭയന്ന ഇന്ദ്രദേവൻ എന്തു ചെയ്തെന്നോ, ഒരു മുതലയുടെ രൂപം സ്വീകരിച്ച് കരംഭനെ ജലത്തിൻ്റെ അടിയിലേക്ക് താഴ്ത്തി കരംഭനെ കൊന്നുകളഞ്ഞു. സഹോദരൻ്റെ മരണത്തിൽ വിഷമിച്ച രംഭൻ എന്തു ചെയ്തെന്നോ, തൻ്റെ വാളെടുത്ത് തൻ്റെ തലമുടി വെട്ടാൻ തുടങ്ങി. ഇത് കണ്ട അഗ്നിദേവൻ രംഭന് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും രംഭനെ ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് എന്തു വരം വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അഗ്നിയേക്കാളും വലിയ തേജസ്സും വായുവിനേക്കാളും വലിയ വേഗതയുമുള്ള ഒരു ശക്തനായ പുത്രനെ തനിക്ക് വേണമെന്ന് രംഭൻ ആവശ്യപ്പെട്ടു. അഗ്നിദേവൻ ആ വരം കൊടുത്തിട്ട് രംഭനോട് പറഞ്ഞു, രംഭ, നീ യക്ഷലോകത്തേക്ക് ചെല്ലുക. അവിടെ നിനക്ക് സുന്ദരിയായി തോന്നുന്ന ഏത് സ്ത്രീയെയും നിനക്ക് വിവാഹം കഴിക്കാം. ഇതും പറഞ്ഞ് അഗ്നി അപ്രത്യക്ഷനായി. വരം വാങ്ങിയ രംഭൻ യക്ഷലോകത്തെത്തി. അപ്പോൾ സുന്ദരികളായ കുറേ മൃഗങ്ങളെ രംഭൻ അവിടെ കണ്ടു. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു എരുമയെ രംഭൻ കണ്ടു. ശ്യാമള എന്നായിരുന്നു എരുമയുടെ പേര്. ശ്യാമളയെ കണ്ടപ്പോൾ അവൾ അതിസുന്ദരിയാണെന്ന് രംഭന് തോന്നി. തുടർന്ന് മാലവടയക്ഷൻ്റെ അനുവാദത്തോടു കൂടി രംഭൻ ശ്യാമളയെ വിവാഹം കഴിക്കുകയും അവർക്കൊരു പുത്രൻ ജനിക്കുകയും ചെയ്തു. പിതാവായ രംഭൻ്റെ ഉടലും മാതാവായ ശ്യാമളയുടെ പോത്തിൻ്റെ തലയുമുള്ള അഥവാ എരുമയുടെ തലയുമുള്ള ഒരു പുത്രനായിരുന്നു അവൻ. ആ പുത്രനാണ് മഹിഷാസുരൻ. മഹിഷാസുരനെ കൂടാതെ മഹിഷി എന്നൊരു എരുമത്തലയുള്ള പുത്രിയും അവർക്ക് ജനിച്ചു.